ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ റോളക്സ് OP. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ചെറിയൊരു കാര്യം നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാണ്, പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കാരണം ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ വിചാരിക്കുന്നുണ്ടാവും, ഇതിനെക്കാട്ടി മികച്ച വീഡിയോകൾ യൂട്യൂബിൽ വേറെയും കാണുമല്ലോ, ഈ മൂമെൻറ്റിനെ കാര്യങ്ങളെ പറ്റിയൊക്കെ പറയുന്നത് വേറെയും വീഡിയോകൾ ഇഷ്ടം പോലെ കാണുമല്ലോ എന്ന് പറയും. അപ്പം എൻ്റെ ഒരു താല്പര്യത്തിൽ ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം അറിയാമെന്നുള്ളവരൊക്കെയാണെങ്കിൽ പോയിട്ട് അതിന് പകരമായിട്ട് വന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് തെറി വിളിക്കാനൊന്നും നിൽക്കണ്ട, ഒന്ന് ജീവിച്ച് പൊക്കോട്ടെ. അപ്പം ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ അപ്പം വേണ്ടവർക്ക് കാണാം. അപ്പോൾ ആ രീതിക്ക് ഞാൻ ഒരു ചെറിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം നമ്മളിന്ന് മെയിനായിട്ട് പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ സായി പോപ്പി ഇതുപോലത്തെയൊക്കെ കുറേ പ്ലെയർമാരൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ 20ഉം 10ഉം 20ഉം കേഡികൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ആഗ്രഹം കാണും, ഇത്രയും കേഡി എനിക്കും കിട്ടിയിരുന്നെങ്കിലെന്നൊക്കെ എല്ലാവർക്കും ആഗ്രഹം കാണും. അപ്പം കേഡി എന്ന് പറയുമ്പോൾ നമുക്കൊരു സീസൺ തുടങ്ങി, ഒരു പുതിയൊരു സീസൺ തുടങ്ങി. നമ്മളിപ്പോൾ അതിൽ നോക്കുമ്പോൾ നമ്മുടെ കേഡി, കിൽ റാഷ്, വിന്ന് എല്ലാം 0 തന്നെ കിടക്കും, 0 ആയിട്ട് തന്നെ കിടക്കും. അപ്പം അതിൽ നമ്മളിനി പിന്നീട് കളിക്കുന്ന ഒരു കളിയിലാണ് അത് കൂടി വരുന്നത്. അപ്പം പ്രോപ്പറായിട്ട് നമ്മൾ ഓരോ കളിയിലും അതിനനുസരിച്ചിട്ടുള്ള കില്ലെടുത്താൽ മാത്രമേ നമുക്ക് അത്രയും കേഡി നമുക്ക് കിട്ടത്തുള്ളൂ. കേഡി മീൻസ് കിൽ റാഷ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് പ്രോപ്പറായിട്ട് ഒരു കളിയിൽ, അതായത് ലിവിക്കായാലും ഇറാങ്കിലായാലും പ്രോപ്പറായിട്ട് ഒരു കളിയിൽ ഒരു 10 കില്ല് വെച്ചെങ്കിലും മിനിമം ഒരു 10 കില്ല് വെച്ചെങ്കിലും എടുക്കാം. എങ്കിൽ മാത്രമേ നമുക്ക് അത്രയും കേഡിയിലോട്ട് ഇമ്പ്രൂവ് ആകാൻ പറ്റത്തുള്ളൂ. അപ്പം മെയിനായിട്ട് നമുക്ക് അതിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മൂവ്മെൻറ്റ്, എയിം, ഈ വക കാര്യങ്ങളാണ്. അപ്പം കറക്റ്റായിട്ട് പ്രോപ്പറായിട്ടുള്ളൊരു മൂവ്മെൻറ്റും പ്രോപ്പറായിട്ടുള്ളൊരു എയിമും നമുക്ക് എങ്ങനെ എടുക്കാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പം കൂടുതൽ വെച്ച് ലാഗ് അടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. Enemy sir. Yes sir. Okay sir. ഫ്രണ്ട്സ്, അപ്പോൾ അതിനായിട്ട് നമ്മൾ 2 ഗണ്ണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് M7 ആണ്, ഒന്ന് M4 ആണ്. അപ്പോൾ M7 പകരം കുറച്ച് റീകോയിൽ അധികം കൂടുതലുള്ള ഏതെങ്കിലും ഒരു ഗണ്ണ് നിങ്ങൾക്ക് എടുക്കാം. അതിപ്പം ഏതായിക്കോട്ടെ, ഗ്രോസ ആയിക്കോട്ടെ, AKM ആയിക്കോട്ടെ, അങ്ങനെ എടുക്കും. ഞാനിപ്പം സെലക്ട് ചെയ്തിരിക്കുന്ന M7 ആണ്. അപ്പോൾ കുറച്ചധികം എല്ലാവർക്കും അറിയാം, കുറച്ചധികം റീകോയിലുള്ള ഒരു ഗണ്ണാണ് M7. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ടാണ് ഇന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് ഈ ഒരു ക്രൗച്ചിൻ്റെ കാര്യമാണ്. ക്രൗച്ച് നമ്മളത് ഇങ്ങനെ സ്പീഡിലെടുക്കുന്നവർ ഇഷ്ടം പോലെ വരികയാണ്. അപ്പം ഇത് നല്ലൊരു കാര്യമല്ല, ഇത് നമ്മൾ ശ്രദ്ധിക്കണം. സ്പീഡിലെടുക്കുമ്പോഴത്തേക്ക് എനിമി നമ്മുടെ ഹെഡിലാണ് എയിം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഹെഡിൽ തന്നെ കയറും. കാരണം നിങ്ങൾ സ്പീഡിൽ ഈ ഒരു ക്രൗച്ച് എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവർ ഹെഡ് നോക്കി ഫയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ക്രൗച്ചിൽ സ്പീഡ് വരുമ്പോഴത്തേക്കും ആ ഹെഡിൽ തന്നെ ആ ഒരു ബുള്ളറ്റ് കയറും. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ സ്ലോ ആയിട്ട് ക്രൗച്ച് എടുക്കാൻ നോക്കുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു മൂവ്മെൻറ്റിനെ പറ്റിയിട്ടാണ്. നോക്കുന്നത്. അല്ല, നമ്മുടെ ഈ ഒരു മൂവ്മെൻറ്റ് എടുക്കുമ്പോൾ നമ്മൾ കറക്റ്റാണ് ഒരു പകുതി കൂടുതൽ ഒരു ബുള്ളറ്റ് നമ്മുടെ ഹെഡിൽ തന്നെ കയറുന്നുണ്ട്. അപ്പോൾ നമ്മൾ മൂവ്മെൻറ്റിനെ പറ്റി നോക്കുകയാണെങ്കിൽ മൂവ്മെൻറ്റിന് കുറേ രീതികളുണ്ട്. നമുക്ക് സ്ലോ ആയിട്ട് എടുക്കാം, സ്പീഡിലെടുക്കാം, ലെഫ്റ്റ് റൈറ്റ് പോയിട്ട് ഇങ്ങനെ സ്പീഡിലോട്ട് ജോയ്സ്റ്റിക്ക് വെച്ച് നമുക്ക് സ്പീഡിലെടുക്കാം, സ്ലോയിലെടുക്കാം, പല രീതിയിലും ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ മാക്സിമം ഒരു ആവറേജ് റേഞ്ചിലാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ മൂവ്മെൻറ്റിനെക്കാട്ടി നമുക്ക് പ്രധാനം എന്ന് പറയുന്നത് ആ മൂവ്മെൻ്റ് എടുക്കുന്ന ടൈമിൽ നമ്മുടെ എയിം കറക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പോയിൻറ്റിലോട്ട് കൊണ്ടുവരണം. അതാണ് നമുക്ക് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എയിം എടുത്തതിന് ശേഷം നമ്മൾ ക്രൗച്ചും കൂടെ ജസ്റ്റ് ഒന്ന് കൊടുക്കുക. കൂടെ ക്രൗച്ചും കൂടെ കൊടുത്തിട്ട് വേണം നമ്മൾ ആ എയിം കറക്റ്റ് അത് ആ ഹെഡിലോട്ട് തന്നെ നമ്മൾ ഇതുപോലത്തെ ഒരു ട്രെയിനിങ് ക്യാമ്പിൽ വന്നിട്ട് നമ്മൾ ചെയ്ത് പഠിക്കുക, ഹെഡിലോട്ട് കൊള്ളാൻ വേണ്ടി നോക്കിയിട്ട്. എൻ്റെത് നമ്മളിതാണ് റീകോയിൽ കൂടുതലുള്ള ഒരു M7 വെച്ചിട്ടാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇത് വെച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് M4ഉം UMP ഈ വക ഗണ്ണുകൾ വെച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പം കൂടുതലായിട്ട്. പിന്നെ മെയിനായിട്ടുള്ള പ്രശ്നം ഒരിടത്ത് അനങ്ങാതെ നമ്മൾ ജോയ്സ്റ്റിക്ക് ഉപയോഗിക്കാതെ നമ്മളിതാ ഫയർ ചെയ്ത് നോക്കുകയാണ്. കറക്റ്റ് ആ ഹെഡിൽ കയറുന്നുണ്ട്.
കറക്റ്റായിട്ട് ഹെഡിൽ കയറുന്നുണ്ട്. പക്ഷേ ഇവിടെ വരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് എനിമിക്ക് നമ്മളെ സുഖമായിട്ട് അടിച്ചിടാൻ പറ്റും. കാരണം നമുക്കൊരു മൂവ്മെൻ്റ് ഇല്ല, നമ്മൾ ഇരിക്കുകയാണ് അവിടെ. അപ്പോൾ നമുക്ക് എനിമിക്ക് കിട്ടലുമായിട്ട് നമ്മൾ അടിച്ചിടാൻ പറ്റും. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ മൂവ്മെൻ്റ് എടുത്ത് തന്നെ ഫയർ ചെയ്യാൻ നോക്കുക. മൂവ്മെൻ്റ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും എനിമിക്ക് കുറച്ച് പാടായിരിക്കും നമ്മൾ അടിച്ചിടാൻ വേണ്ടി. പിന്നെ നമുക്ക് നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സ്കോപ്പ് ചെയ്തിട്ട് നമ്മൾ ഫയർ ചെയ്യുമ്പോഴുള്ള പ്രശ്നമാണ് നമുക്കിപ്പോൾ ഇനി നോക്കാനുള്ളത്. ഇപ്പോൾ നമ്മൾ സ്കോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ലെഫ്റ്റ് റൈറ്റുമായിട്ട് നല്ല വ്യൂ നമുക്ക് കിട്ടത്തില്ല. ഈ ഒരു ഡിസ്റ്റൻസിൽ നിന്ന് നമ്മൾ സ്കോപ്പ് ചെയ്ത് ഫയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത് വേറൊരു എനിമിയും കൂടെ വന്നു കഴിഞ്ഞാൽ കാരണം നമുക്ക് പെട്ടെന്ന് ആ എനിമിയെ നമുക്ക് സ്പോട്ട് ചെയ്ത് അടിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ മെയിനായിട്ട് കുറച്ച് ഏകദേശം അടുത്തായിട്ട് പറഞ്ഞ എനിമിയെ സ്കോപ്പ് ചെയ്യാതെ നമ്മൾ ഫയർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. എങ്കിലേ നമുക്ക് സ്കോപ്പ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ നമ്മൾ പെട്ടെന്ന് എനിമിയെ സ്കോപ്പ് ചെയ്ത് കഴിയുന്ന ടൈമിൽ നമുക്ക് സൈഡിൽ നിന്ന് വേറൊരു എനിമി വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഒരു എനിമിയെ അടിക്കാൻ ഒരു പ്രയാസമായിരിക്കും. കണ്ടോ, ഇപ്പം നമ്മൾ സ്കോപ്പ് ചെയ്യാതെ നമ്മൾ അടിക്കുന്നതെന്ന് വെച്ചാൽ എങ്കിൽ നമുക്ക് ഈ ഒരു എനിമിയെ അടിച്ചതിന് ശേഷം പെട്ടെന്ന് അവിടെ അങ്ങോട്ടും പോകാൻ പറ്റും. പക്ഷെ അതുപോലെയല്ല നമ്മൾ സ്കോപ്പ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഭയങ്കര പാടായിരിക്കും നമുക്ക് അപ്പുറത്തേക്കുന്നൊരു എനിമിയെ അടിച്ചിടാൻ. അപ്പോൾ മാക്സിമം അടുത്ത് എനിമി വരുന്ന ടൈമിൽ നിങ്ങൾ സ്കോപ്പ് ഉപയോഗിക്കാതെ നിങ്ങൾ ഫയർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ചധികം എനിക്ക് പറയാൻ പറ്റുന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പം വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും പുതിയ വീഡിയോകൾ വരുന്നതായിട്ട് വെയിറ്റ് ചെയ്യുക. എല്ലാവർക്കും അതുവരെ ഗുഡ് ബൈ.